2 പായസം 30 രൂപ കേട്ടോ. 2 പായസത്തിന് 30 രൂപയാണ് നമ്മൾ ശരത്തേട്ടടുത്തുള്ളത്. നല്ല അടിപൊളി പായസം കേട്ടോ. പോയി കുടിച്ചു നോക്കുമ്പോൾ ഇത് ശർക്കരയും മുളകരിയാണ്. ഞാനൊരു ഗ്ലാസ് കൂടി വാങ്ങിയിട്ട് 2 ഗ്ലാസ് വാങ്ങിയിട്ട് ഞാൻ. നല്ല രസം ഉണ്ടായിരുന്നു. അതേപോലെ പുറത്ത് പോകണം, പുറത്ത് പോകണേ. 2 പായസം ഏതായാലും മുളയരി എടുത്തോ. ഒരു പേരെന്തായിരുന്നു? ശരത്തേട്ട. ഇവിടെ തന്നെയാണോ? വൈത്തിരി തന്നെയാണോ? കൽപ്പറ്റ. ശരത്തേട്ടന്റെ മുളയരി പായസം ഉണ്ട്. ഇതെന്താ ശരത്തേട്ടാ? പാലട പായസം കേട്ടാ. പാലട പായസം ഞാൻ ഒന്ന് തുറന്നു നോക്കുന്നുണ്ട് ശരത്തേട്ടാ. പാലട ഉണ്ട് കേട്ടോ ശരത്തേട്ടാ. ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാ? ചേലോടുന്ന് ചുണ്ടയിലേക്കുള്ള നടുഭാഗം. ചേലോട്. അപ്പോ നമ്മളെ വൈത്തിരി ചുണ്ട എത്തുന്ന ഗ്യാപ്പിലുള്ള ഒരു സ്ഥലം കേട്ടോ. നമ്മളെ പേരെന്തായിരുന്നു പറഞ്ഞേ? ശരത്തേട്ടൻ. ശരത്തേട്ടന്റെ പായസക്കട. ശരത്തേട്ടന്റെ പായസം കണ്ട ഞങ്ങള്. ശരത്തേട്ടൻ്റെ അടുത്ത് മുളയരി പായസം ഉണ്ട്, പാലട പായസം ഉണ്ട്. നമ്മള് ശരത്തേട്ടന്റെ പായസം കുടിച്ചു കൂട്ടെ. ശരത്തേട്ടന്റെ പായസം ശരത്തേട്ടൻ ഞാൻ പോകുമ്പോൾ മുതലേ ഇവിടെ ഇരിക്കുന്നുണ്ട്. കച്ചവടം ഒന്നും ചെയ്തിട്ടില്ല തോന്നുന്നു. അപ്പൊ ഞങ്ങളൊരു വണ്ടി നിർത്തിയപ്പോ വണ്ടികൾ ഇങ്ങനെ നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂപ്പർക്ക് മൂപ്പരെ ഇരുത്തം കണ്ടപ്പോ എനിക്കൊരു പാവം തോന്നി. നമ്മുടെ കച്ചവടം നമുക്ക് ഗംഭീരമായി കൊടുക്കണം. മുളയരി പായസം ഉണ്ട് കേട്ടോ. മുളയരി പായസമാണ്. അടിപൊളിയാണ് മുളയരി പായസം കേട്ടോ. ഒന്ന് കേറിയിട്ട് പോണേ. വയനാട് വിസിറ്റ് ചെയ്യുന്നവരൊക്കെ വൈത്തിരി ചുണ്ട ഗ്യാപ്പിൽ നമ്മൾ ശരത്തേട്ടനുണ്ടാവും. ശരത്തേട്ടന്റെ തട്ടുകട പായസം. കച്ചവടമൊക്കെ എന്താ അവസ്ഥ വെച്ചോട്ടാ? കച്ചവടമൊക്കെ ഉണ്ടോ? ചില ദിവസം ഒന്നും പറയാൻ പറ്റില്ല. ആണോ? എന്തായാലും ആള് കേറുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ പെരുന്നാള് കഴിഞ്ഞോട് 2 ദിവസം നല്ല ആളുണ്ടായിരുന്നു. ഇന്നലെ വിഷുവിനാ ആളിറങ്ങും. എന്ത് പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ നല്ല ആളുണ്ട്. വൈത്തിരി അപ്പുറത്തൊക്കെ നല്ല ആളുണ്ട്. അങ്ങോട്ട് ഇറങ്ങിക്കോളൂ. ഉച്ചയ്ക്ക് ശേഷം ആള് വരും. പിന്നെ വീട്ടിലൊക്കെ എന്താ വിശേഷം? വീട്ടിലൊക്കെ എല്ലാരും ആരൊക്കെയുള്ള? ഭാര്യയുണ്ട്, മോളുണ്ട്, മോനുണ്ട്, എല്ലാരും ഉണ്ട്. മക്കളെല്ലാം കല്യാണം കഴിഞ്ഞു. വീടൊക്കെ വെച്ചിട്ടുണ്ട്. വീടില്ല, വാടകയ്ക്കാ. ഇതാണ് ഇപ്പൊ വരുമാനം ഉള്ളത്. പൈസ വരുമാനം. 10 ഉണ്ട്. പഠിക്കുക ഡിഗ്രിക്ക്. BBA കഴിഞ്ഞിട്ട് MBAക്ക് പറ്റി. മോനെ ഹോട്ടലിന്റെ ഒരു ഹോട്ടൽ മാനേജറായിട്ടുള്ള. എവിടെയാ? മോനിപ്പം ചാലക്കുടി. മോനിപ്പം വീട്ടിൽ വന്നു 2 ദിവസം ലീവിന്. വിഷുവിന്റെ ഇതിന് വന്നതാ? വിഷുവൊക്കെ ഉഷാറാക്കി. ഇന്നോലൊക്കെ ഊട്ടി പോയി. എന്നെ വിളിച്ച് പിന്നെ പോയില്ല. കച്ചവടത്തിന്റെ പേരിൽ നമുക്ക് ഇതല്ലല്ലോ വരുമാനം. എന്തായാലും ഉഷാറാവട്ടെ. ഞങ്ങളിത് മാക്സിമം എല്ലാവരും കാണട്ടെ. കണ്ടവരൊക്കെ നമ്മളെ ശരത്തേട്ടന്റെ കട കേട്ടോ. ശരത്തേട്ടന്റെ എവിടെ വെച്ചാൽ വൈത്തിരി. ഇപ്പൊ വയനാട് ജില്ലയിൽ എല്ലാവർക്കും വൈത്തിരി അറിയാലോ. വൈത്തിരിന്ന് നമ്മളെ ചുണ്ടയിലേക്ക് ചേലോട് ചുണ്ടയിൽ പോകുന്ന ഗ്യാപ്പില് ഒരു പള്ളിയുണ്ട്. നമ്മളെ വൈത്തിരി പാർക്കെല്ലാം കഴിഞ്ഞിട്ട് ഒരു പള്ളിയുണ്ട്. പള്ളിന്റെ ഒരു സൈഡിൽ ചേർന്നിട്ട് തന്നെയാണ് ശരത്തേട്ടന്റെ കട ഉള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് വരിക, ശരത്തേട്ടനൊന്ന് കാണുക. ശരത്തേട്ടന്റെ പായസം അടിപൊളിയാണ്. 30 രൂപന്റെ പായസം കേട്ടോ. നല്ല അടിപൊളി പായസങ്ങൾ കേട്ടോ. ഉപ്പിലിട്ട് വെക്ക്. ഇനിയിപ്പോ 2 മാസം മഴക്കാലാവുന്നവരെ ഉപ്പിലിട്ടതും ലൈസൊക്കെ വെക്ക്. നമ്മളെ കസ്റ്റമറിന്റെ കേട്ടോ. നമ്മളെ ശരത്തേട്ടന് ആൾക്കാർ നിർത്തുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, അടിപൊളി. മൂപ്പരെ ഇപ്പം വാടക വീട്ടിലാണ് താമസിക്കുന്നതൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്നെ കൊണ്ടൊന്നും ഇപ്പോൾ എന്താ പറയുക, നമ്മളൊന്നും ഇതൊരു വരുമാനമൊന്നും അങ്ങനെ ഇല്ലാത്ത ആൾക്കാരാണല്ലോ. അപ്പോൾ മൂപ്പരെ പായസക്കച്ചവടം. പാൽപ്പായസം വേണ്ടേ? എന്റെ പേരെന്താ? ആസ്വദിച്ച് കുടിക്കുക. നല്ല തണലും നല്ല ലൊക്കേഷനും. വണ്ടി നിർത്താം. ഇനിയിപ്പോ
രണ്ട് പുകയൊക്കെ ഇടുന്നവർക്കാണ് രണ്ട് പുകയൊക്കെ ഇടാനുള്ള നല്ല ലൊക്കേഷനാണ്. സിഗരറ്റായിട്ടൊക്കെ ഉദ്ദേശിച്ചാൽ വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല. അപ്പൊ ഉഷാറാക്കുക എല്ലാരും. അപ്പൊ ചേർത്തേട്ടാ ഓക്കെ കാണാം. ബൈ. എന്താ പേര്? എന്റെ പേര് റഹീസ്.